കേരളത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വാർത്ത എന്നത് സോളാർ സമര വിവാദവുമായി ബന്ധപ്പെട്ട് മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്ന ജോൺ മുണ്ടക്കയം നടത്തിയ വെളിപ്പെടുത്തൽ ആണ്. സമരം ഒത്തുതീർപ്പാക്കുന്നതിന് CPIM ശ്രമിച്ചു, സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ ജോൺ ബ്രിട്ടാസ് MP ആണ് ഈ വിഷയത്തിൽ ആവശ്യമുന്നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആയിരുന്നു ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വെളിപ്പെടുത്തൽ CPIMനെ വെട്ടിലാക്കിയിട്ടുള്ള പശ്ചാത്തലം ആണ്. മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിനോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല. മാത്രമല്ല പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനിടെ വിദേശ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി തലസ്ഥാനത്ത് മടങ്ങിയെത്തുകയും ചെയ്തിട്ടുണ്ട്. പുലർച്ചെ 3:15 മുഖ്യമന്ത്രിയും കുടുംബവും തിരുവനന്തപുരത്ത് എത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, നമുക്ക് മുഖ്യമന്ത്രി തിരിച്ചെത്തിയതിലേക്ക് പോകാം. അതിനു മുമ്പ് ഇപ്പോൾ ഈ സോളാർ വിവാദത്തിന്മേൽ പ്രമുഖരായ നേതാക്കൾ പ്രതികരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇന്നലെ ജോൺ ബ്രിട്ടാസ് ഇത് തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വൈകിട്ട് 4 മണിയോടുകൂടി ചെറിയാൻ ഫിലിപ്പ് വാർത്താസമ്മേളനം നടത്തി. ഈ വിഷയം അങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തുക, അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതെയോ പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നേതാക്കൾ പോകാനാണോ സാധ്യത? അഭിലാഷ്, സോളാർ സമരം ഒത്തുതീർക്കാൻ ഇടനില നിന്നു എന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ അവകാശവാദത്തിൽ പ്രധാനപ്പെട്ട പ്രതികരണം ഉണ്ടാകേണ്ടത്, അതിന് കൃത്യമായ സ്ഥിരീകരണം നൽകേണ്ടത് രണ്ടുപേരാണ്. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം ആരോപണം പൂർണ്ണമായും തള്ളി. പക്ഷേ അങ്ങനെ ഒത്തുതീർപ്പ് നടന്നു, സമരം തീർന്നത് അവസാനിച്ച ഒത്തുതീർപ്പിന്റെ ഭാഗമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്താണ് സംഭവിച്ചത്, സോളാർ സമരത്തിൽ എന്ത് ഡീലാണ് ഇപ്പോഴും ഇവർ പറയുന്ന? ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെറിയാൻ ഫിലിപ്പൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ നാടിന്റെ നന്മയെ കരുതി, അതായത് തലസ്ഥാനം കലാപഭൂമിയായി മാറും, കൈവിട്ടു പോകും സമരം എന്ന ആശങ്ക CPIMനും കോൺഗ്രസ് നേതൃത്വത്തിനും അന്നത്തെ ഭരണ പക്ഷത്തിനും ഉണ്ടായി. അതുകൊണ്ട് അങ്ങനെ കലാപം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു ഒത്തുതീർപ്പിലേക്ക്, സദുദ്ദേശത്തോടുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായി അവസാനിച്ചതാണ് ഈ സമരമെന്ന ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതും അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ബ്രിട്ടാസും ഒക്കെ പറഞ്ഞ് അതേപടി വിശ്വസിക്കണമോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയ ഡീൽ ഇതിന് പിന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോഴും, ആ നിഗൂഢതയാണ് ഇപ്പോഴും ഈ സോളാറിനെ ചുറ്റിപ്പറ്റി ഉള്ളത്. അതിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാണ്. തിരുവഞ്ചൂർ ഇന്നലെ ബ്രിട്ടാസ് പറഞ്ഞതെല്ലാം ശരിയെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ജോൺ മുണ്ടക്കയം തള്ളിപ്പറയുകയും ചെയ്തു. അതിനോട് ചേർന്ന് പോകുന്ന പ്രതികരണമാണ് ചെറിയാൻ ഫിലിപ്പ് നടത്തിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തോ ഒരു രാഷ്ട്രീയ ഡീൽ ഇതിന് പിന്നിലുണ്ട് എന്ന സംശയം അന്നു മുതൽ, ഈ സോളാർ സമരം അവസാനിക്കുന്നു എന്ന വാർത്ത വന്ന മിനിറ്റുകൾ മുതൽ ശക്തമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉള്ളതാണ്. സമരം വലിയ വിജയമെന്നാണ് ഇടതുപക്ഷം അവകാശപ്പെട്ടത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചതാണ്. എന്നാൽ സെക്രട്ടേറിയറ്റിനെ ചുറ്റി മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ട സമരത്തിൽ പ്രതിപക്ഷം പിന്മാറിയത് വലിയ വിജയമായി എന്ന് സർക്കാരും എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റെന്തോ വലിയൊരു നിഗൂഢ രഹസ്യമുണ്ട്, രാഷ്ട്രീയ രഹസ്യമുണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന വിമർശനം ഇപ്പോഴും ശക്തമായി ഉന്നയിക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. കാരണം CPM ഇടതുമുന്നണി ഒരിക്കലും ചെയ്തിട്ട തരത്തിലുള്ള, കേരളം ഒരിക്കലും കണ്ടില്ല തരത്തിലുള്ള സമരമായിരുന്നു സോളാർ സെക്രട്ടേറിയറ്റ് ഭാഗമായുള്ള സെക്രട്ടേറിയറ്റ് വളയൽ. അത് കൈവിട്ടു പോകുമെന്ന സ്ഥിതിയൊക്കെ ഉണ്ടായെന്നൊക്കെ വസ്തുതയാണ്. പക്ഷേ അതും നിയന്ത്രിക്കാൻ അന്നത്തെ CPM നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു. ബേക്കർ ജംഗ്ഷനിൽ വലിയ പ്രതിഷേധം, അത് ക്രമസമാധാന വിഷയമായി മാറുമ്പോൾ അവിടെ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ നേരിട്ടെത്തി അവിടെ സ്ഥിതിഗതികൾ ശാന്തമാക്കിയിരുന്നു. അങ്ങനെ അപ്പോഴും അത് നിയന്ത്രിക്കാനുള്ള ഒരു കരുത്ത്, ഒരു കഴിവ് അന്നത്തെ നേതൃത്വത്തിനുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് പോകുമായിരുന്ന ഒരു സമരം അവസാനിപ്പിച്ചു? 2 കാരണങ്ങൾ അന്ന് ചൂണ്ടിക്കാണ്ടപ്പെട്ടു. ഒന്ന്, രാജിവെച്ചാൽ അടുത്ത മുഖ്യമന്ത്രി ആര്? സ്വാഭാവികമായിട്ട് കോൺഗ്രസിനെ വളരെ നേരത്തെ ഭൂരിപക്ഷത്തിൽ പോകുന്ന ഒരു സർക്കാർ, അതുകൊണ്ട് ആ സർക്കാർ വീണേക്കാം. എങ്കിൽ VS അച്യുതാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ VSനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ താല്പര്യമില്ലാത്ത പിണറായി പക്ഷം അന്ന് നടത്തിയ ഒരു നീക്കമായി അതിനെ കാണുന്നവരുണ്ട്. അതിനും അപ്പുറത്തേക്ക് TP കേസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങളും ആരോപണമായി ഉയർന്നു വന്നതാണ്. TP കേസിൽ അന്വേഷണം CPMന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക്, സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ അതിൽ പ്രതിചേർക്കപ്പെട്ടേക്കാമെന്ന വലിയ ആശങ്ക ഘട്ടത്തിൽ CPMനുണ്ടായിരുന്നു. രാഷ്ട്രീയമായി അങ്ങേയറ്റം പ്രതിരോധത്തിലായിരുന്നു CPM സമരം തൊട്ട് മുമ്പ് വരെ. അവിടേക്ക് പോകുമായിരുന്ന ഒരു അന്വേഷണത്തെ നിർത്താൻ, അല്ലെങ്കിൽ അത് അന്വേഷണം പാതിവഴിയിൽ അവസാനിപ്പിക്കാൻ CPMും കോൺഗ്രസ് നടത്തിയ ഒരു സമവായ നീക്കമാണോ? മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കാം, ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ട, പകരം ഈ അന്വേഷണം ഇവിടെ നിലയ്ക്കണം എന്നൊരു ധാരണ ഉണ്ടായോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ അന്ന് ഉയർന്നതാണ്. ഇതിനൊക്കെ ഇനി വലിയ ശരി, അവിടെയാണല്ലോ അരുൺ ഈ മുഖ്യമന്ത്രി തിരിച്ചെത്തിയിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ സോളാർ മാത്രമല്ല, സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന മഴക്കാലം എത്തുകയാണ്. സംസ്ഥാനത്ത് എത്രത്തോളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളത്, തലസ്ഥാന നഗരി ഇനിയിപ്പോൾ
കുണ്ടും കുഴിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അത് പാടം പോലെ അല്ലെങ്കിൽ വയലുകൾ പോലെയായി മാറാൻ തയ്യാറെടുക്കുകയാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. മഴയെത്തുമ്പോൾ അത് നമുക്ക് കാണാവുന്ന ഒന്നാണ്. നമ്മൾ തന്നെ അത് സീരിയസായി റിപ്പോർട്ട് ചെയ്തതാണ്. ഒപ്പം ആരോഗ്യ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. കൈക്ക് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്ത സംഭവം, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച സംഭവം, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. ഇതിനിടയിൽ കൂടിയാണ് ഈ മുഖ്യമന്ത്രി തിരികെ എത്തുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണല്ലോ. തീർച്ചയായും മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ, മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം മറുപടി കേൾക്കാൻ, വിശദീകരണം കേൾക്കാൻ കാത്തിരുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ സോളാർ തന്നെയാണ്. മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ 3:15 അദ്ദേഹം 22 എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പിന്നീട് 20 മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. അങ്ങനെ 20 തീയതി എത്തുമെന്ന പ്രതീക്ഷ ആണ് മൊത്തത്തിലുണ്ടായിരുന്നത്. മന്ത്രിമാരും അങ്ങനെ വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് വെളുപ്പിന് 2 ദിവസം നേരത്തെ തിരുവനന്തപുരം തലസ്ഥാനത്ത് മടങ്ങിയെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാധാരണഗതിയിൽ ഔദ്യോഗികമായ വിദേശയാത്രകൾ കഴിഞ്ഞു വന്നാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പതിവാണ്. എന്താണ് ഔദ്യോഗിക യാത്രയിൽ ഈ അവിടെ സംഭവിച്ചത്, എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാന നേട്ടമുണ്ടായെന്നൊക്കെ വിശദീകരിക്കും. പക്ഷേ ഇത്തവണ അതിന് മാറ്റമുള്ളത് ഔദ്യോഗിക യാത്രയിൽ തികച്ചും സ്വകാര്യ സന്ദർശനമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരം വാർത്താ സമ്മേളനം നടത്തണമെന്ന നിർബന്ധമില്ല. പക്ഷേ അദ്ദേഹം ഇത്തരം നിരവധി വിഷയങ്ങളിൽ മറുപടി പറയാനുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അഭിലാഷ് സൂചിപ്പിച്ച പോലെ നിരവധി വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയേക്കാം. ഒരുപക്ഷെ ഇന്നാകില്ല, അത് തിങ്കളാഴ്ച ഒരു പ്രത്യേക ക്യാബിനറ്റ് യോഗം ചെയ്യുന്നു. സംസ്ഥാനത്ത് വീണ്ടും വാർഡ് പുനർനിർണ്ണയങ്ങളിലേക്ക് പോകും. തദ്ദേശ സ്ഥാപനങ്ങളുടെ അതിർത്തികൾ, വാർഡുകൾ പുനർനിർണ്ണയിക്കുന്നു, വാർഡുകളുടെ എണ്ണം കൂടുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മന്ത്രിസഭാ യോഗം തിങ്കളാഴ്ച ചേരുന്നുണ്ട്. ഒരുപക്ഷെ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമായി ഇതുവരെയും മുഖ്യമന്ത്രി ഓഫീസിൽ ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ കാണാതിരിക്കാനും സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ഫലം അറിഞ്ഞ ശേഷം അതിൻ്റെ വിശകലനങ്ങളുമാകും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക. ഏതായാലും മുഖ്യമന്ത്രി തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ഈ വിവാദം തന്നെയാണ്. സോളാർ എന്ന ഇടതുമുന്നണി ഏറ്റവും അഭിമാനമായി കാണുന്ന, ഏറ്റവും ശക്തമായ തയ്യാറെടുപ്പുകളോടെ ഇടതുമുന്നണി നടത്തിയ ഒരു സമരം ഒത്തുതീർത്തു. രാഷ്ട്രീയ എതിരാളികളുമായി ചർച്ച ചെയ്ത് ഒത്തുതീർത്തു. അത് ഇന്നലെ ജനാഭിപ്രായം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സമരത്തിനും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒത്തുതീർപ്പ് ചർച്ചകൾ ആരംഭിച്ചു. എത്രത്തോളം വിശ്വാസ്യത ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന കാര്യമൊക്കെ വ്യക്തമാക്കേണ്ടത് ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ സമരം തുടങ്ങുന്ന തലേ ദിവസം തന്നെ ഒത്തുതീർപ്പ് ചർച്ചകൾ ആരംഭിച്ചിരുന്നു. കാരണം സമരം കൈവിട്ടു പോകുമോ എന്ന ആശങ്ക ഇടതു നേതൃത്വത്തിനും സർക്കാരിനും ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ എന്ന നേതാവിൻ്റെ പിടിവാശി മാത്രമാണ് ഈ സമരമെന്ന് അന്ന് CPM-ന്റെ അരമന രഹസ്യങ്ങൾ, AK സെന്ററിൻ്റെ അതീവ രഹസ്യങ്ങൾ, അടുക്കള രഹസ്യങ്ങളൊക്കെ അറിയാമായിരുന്ന ചെറിയാൻ ഫിലിപ്പ് തന്നെ പറയുമ്പോൾ, അതിനപ്പുറത്തേക്ക് പല നേതാക്കൾക്കും സമരത്തെക്കുറിച്ച് ആശങ്കയുണ്ടായെന്ന് പറയുമ്പോൾ, സ്വാഭാവികമായും അങ്ങനെ ഒരു സമരം തുടങ്ങുന്ന മുമ്പ് ഐതിഹാസിക സമരമെന്ന് ഇപ്പോഴും ഇടതുമുന്നണി അവകാശപ്പെടുന്ന, CPM അഭിമാനത്തോടെ കാണുന്ന സമരം അവസാനിപ്പിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ ധാരണ എത്തിയിരുന്നു, അല്ലെങ്കിൽ ആലോചന എത്തിയിരുന്നു എന്നൊക്കെയുള്ള ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവരുടെ ഈ വെളിപ്പെടുത്തലുകൾക്ക് തീർച്ചയായും മുഖ്യമന്ത്രിയിൽ നിന്ന് കൂടി ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. VS അച്യുതാനന്ദൻ നിന്ന് അങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യ സ്ഥിതിയിലല്ല. അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെയാണ് കൃത്യമായ മറുപടി പറയേണ്ടത്. മറ്റൊരാൾ MK പ്രേമചന്ദ്രനാണ്. ഈ പല പ്രധാനപ്പെട്ട പല നീക്കങ്ങളിലും ഒരു പ്രധാന പോയിന്റ് ആയിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ കൊണ്ട് ആളുകളും ഇതുവരെ പ്രതികരണവുമായി വന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, നമുക്ക് തീർച്ചയായും ഇന്ന് അത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിരവധിയായ വിഷയങ്ങൾ, അതോടൊപ്പം വിവാദങ്ങൾ ഇതിനിടയിലാണ് മുഖ്യമന്ത്രി തിരികെ എത്തിയിട്ടുള്ളത്. അതിനിടെ ഈ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധ പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നലെയായിരുന്നു അവർ നടത്താൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് അത് മാറ്റിവെച്ചു. ലഹരി ഗുണ്ട മാഫിയ സംഘത്തിന് മുമ്പിൽ മുട്ടുമടക്കി മുഖ്യമന്ത്രി നാട് വിട്ടു എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ക്ലിഫ് ഹൗസിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഡമ്മി സ്ഥാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുക. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി തിരികെ എത്തിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് സമരം മാറ്റിവെക്കാൻ, ഇനിയും മാറ്റിവെക്കുമോ എന്നതിൽ വ്യക്തതയില്ല. അതിനുള്ള സാധ്യത കുറവാണ്. പ്രതിഷേധം നടക്കാൻ തന്നെയാണ് സാധ്യത.